TC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പ്രസ്താവന ചോദ്യങ്ങളുടെ 17ാമത്തെ സെറ്റാണ്. ഇന്നത്തെ വിഷയം കമ്പ്യൂട്ടറാണ്. ഓൾറെഡി നമ്മൾ 16 സെറ്റ് ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 11 സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ നമ്മൾ എങ്ങനെയാണ് ഇത്തരം പ്രസ്താവന ചോദ്യങ്ങൾ വന്നാൽ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ടെക്നിക്കുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയാണ് ആദ്യത്തെ സെറ്റ് 11 സെറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 12ാമത്തെ സെറ്റ് തൊട്ട് നിങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ പ്രസ്താവന ശരിയോ തെറ്റോ എന്നുള്ളതിൽ പ്രസ്താവന വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾ ആ പ്രസ്താവന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ ശരിയെന്ന് അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ തെറ്റെന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് നമ്മൾ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും, കമൻറ്റ് ബോക്സിൽ കണ്ടു ഇതെങ്ങനെയാണ് ഇത്രയും മാർക്ക് മേടിക്കാൻ പറ്റുക എന്ന്. ഇത് സിമ്പിളാണ്. കാരണം ആദ്യത്തെ 11 വീഡിയോയിലൂടെ നിങ്ങൾ കടന്നു വന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ ഇത്ര നാൾ പഠിച്ചതല്ലേ, നിങ്ങളുടെ ആ ഒരു നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വിഷമിക്കേണ്ട സംഗതിയൊന്നും ഇതിലില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കേണ്ടത് ഈ 16 സെറ്റിൻ്റെയും ഇപ്പോൾ ഇതും കൂടെ കൂട്ടി 17 സെറ്റിൻ്റെയും പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചാനലിലെ ആ പ്ലേലിസ്റ്റ് കാണുക, അതിൽ നിന്നും ആദ്യത്തെ 11 കാണുക, എന്നിട്ട് നിങ്ങൾ ഇതുകൂടി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാനിത് ഓരോന്നും തീർക്കുന്നത്. പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ എല്ലാം ഈ പുസ്തകത്തിലെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ. അപ്പോൾ നിങ്ങൾ ആ കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ടും കറണ്ട് അഫയേഴ്സ് കൂടി കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൽ നിന്ന് തന്നെ ആകും പരീക്ഷയ്ക്ക് വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചാനൽ കാണുന്ന നിങ്ങൾക്ക് സ്ഥിരമായി കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും പ്രയോജനം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ചോദ്യം വായിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന 1ാമത്തെ ചോദ്യത്തിൽ നോക്കുക, 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. 2 പട്ടികകൾ, പട്ടിക 1ഉം പട്ടിക 2ഉം. അപ്പോൾ ഞാൻ പട്ടിക 1ഉം പട്ടിക 2ഉം പറയും. അപ്പോൾ അതിൽ നിങ്ങൾ മാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ ഈ കാണുന്ന ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻസിലുണ്ടെങ്കിൽ നിങ്ങളത് മാർക്ക് രേഖപ്പെടുത്തി വെക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ ചിലപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ചിലത് ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായി കാണുന്നവരെ കൂടാതെ പുതിയ ആൾക്കാരും വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൂടെ മനസ്സിലാകുന്നതിന് വേണ്ടി പിന്നെയും പറയേണ്ടി വരും. അപ്പോൾ അതുകൂടെ കൊണ്ട് പിന്നെ ചാനൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ ആ ചാനൽ എനിക്ക് പ്രൊമോട്ട് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്, എൻ്റെ കണ്ടൻറ്റ് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മതി. അല്ലാണ്ട് നിങ്ങൾ ചില ക്രിമികൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് എന്നെ പഠിപ്പിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുക, അല്ലെങ്കിൽ കാണാതിരിക്കുക. അല്ലാതെ എങ്ങനെ ക്ലാസ് എടുക്കണം എന്നെനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പട്ടിക 1ഉം പട്ടിക 2ഉം നമുക്ക് നോക്കാം. പട്ടിക 1ൽ കൊടുത്തിരിക്കുന്നു, പട്ടിക 1ലെ 1ാമത്തെ പോയിന്റാണ്, ആദ്യമായിട്ട് റോബോട്ട് എന്ന പദം ഉപയോഗിച്ചത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2ാമത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്, റോബോട്ടിക്സിൻ്റെ പിതാവ്, വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ്. ഇങ്ങനെ 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റുകളാണ് താഴെ. അത് കാൾ ചെപ്പക്ക്, ജോൺ മക്കാർത്തി, ക്ലൗഡ് ഷാനൻ, ഡി ഓപ്ഷൻ ജോ എങ്കിൽബർജർ. അപ്പോൾ ഇവരെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊന്നെങ്കിൽ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാം, മാച്ച് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഞാനൊന്ന് പറയാം, നിങ്ങൾ ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നോക്കുക. ആദ്യമായി റോബോട്ട് എന്ന പദം ഉപയോഗിച്ചത് ഇപ്പോൾ ഇവിടെ കാൾ ചെപ്പക്ക് ഉണ്ട്, ജോൺ മെക്കാർത്തി ഉണ്ട്, ക്ലൗഡ് ഷാനൻ ഉണ്ട്, ജോ എങ്കിൽബർജർ ഉണ്ട്. ഇതിൽ ആരാണോ അവരെ നിങ്ങൾ കണക്ട് ചെയ്യുക. ഞാൻ പഠിപ്പിച്ച എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എളുപ്പം എത്താൻ പറ്റും. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്. അവിടെയും കാൾ ചെപ്പക്ക്, ജോൺ മെക്കാർത്തി, ക്ലൗഡ് ഷാനൻ, ജോ എങ്കിൽബർജർ. ഇവരാരാണോ അവരുമായിട്ട് കണക്ട് ചെയ്യുക. റോബോട്ടിക്സിൻ്റെ പിതാവ് കാൾ ചെപ്പക്ക്, ജോൺ മെക്കാർത്തി, ക്ലൗഡ് ഷാനൻ, ജോ എങ്കിൽബർജർ. വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് കാൾ ചെപ്പക്ക്, ജോൺ മെക്കാർത്തി, ക്ലൗഡ് ഷാനൻ, ജോ എങ്കിൽബർജർ. അപ്പോൾ നിങ്ങളുടെ ആ ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഞാൻ പറയാം. ഇവിടെ ശരിയായിട്ട് വരുന്ന ഒരു ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആദ്യമായി റോബോട്ട് എന്ന പദം ഉപയോഗിച്ചത് കാൾ ചെപ്പക്കാണ്. കാൾ ചെപ്പക്ക്, അതായത് 1 എയുമായിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത്. 1 എയുമായിട്ട് കാൾ ചെപ്പക്ക്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്,
അത് രണ്ടാമത്തേത് ബി ആയിട്ടാണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം ജോൺ മക്കാർത്തിയാണ് അല്ലെ, ജോൺ മക്കാർത്തി. അതുപോലെ റോബോട്ടിക്സിന്റെ പിതാവ് ജോ ഏംഗൽബർജർ ആണ്. റോബോട്ടിക്സിന്റെ പിതാവ് ജോ ഏംഗൽബർജർ. വിവരസാങ്കേതികയുടെ പിതാവ് ഐടിയുടെ ഫാദർ ഓഫ് ഐടി അല്ലെ, അത് ക്ലൗഡ് ഷാനൻ ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. അപ്പം ഞാൻ ആ 4 പ്രസ്താവനയും വായിക്കാം. ഇതിലേതാണ് തെറ്റ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ എ പ്രസ്താവന, കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സാണ് IP അഡ്രസ്സ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സാണ് IP അഡ്രസ്സ്. ഇതാണ് എ എന്ന് പറയുന്ന പ്രസ്താവന. ഇത് ശരിയോ തെറ്റോ നിങ്ങളുടെ കയ്യിലേക്ക് ഇന്ന് പേപ്പറിൽ മാർക്ക് ചെയ്യുക. ബി എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നത് ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേക വിലാസം അറിയപ്പെടുന്നത് വെബ്സൈറ്റ് വിലാസം എന്നാണ്. ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേക വിലാസം അറിയപ്പെടുന്നത് വെബ്സൈറ്റ് വിലാസം എന്നാണ്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ മാർക്ക് ചെയ്യുക. ഓപ്ഷൻ സി പറയുന്നു ലോകത്തെ ആദ്യ ഫ്രീ വെബ് മെയിൽ സർവീസായ ഹോട്ട് മെയിലിന് ജാക്ക് സ്മിത്തിനൊപ്പം രൂപം നൽകിയ ഇന്ത്യക്കാരനാണ് സബീർ ഭാട്ടിയ. ഒന്നുകൂടെ പറയാം, ലോകത്തെ ആദ്യ ഫ്രീ വെബ് മെയിൽ സർവീസായ ഹോട്ട് മെയിലിന് ജാക്ക് സ്മിത്തിനൊപ്പം രൂപം നൽകിയ ഇന്ത്യക്കാരനാണ് സബീർ ഭാട്ടിയ. അപ്പോൾ ഇതും നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ഡി എന്ന ഓപ്ഷൻ പറയുന്നു ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ബെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ബെയ്തു എന്ന് പറയുന്നു, ഡി ഓപ്ഷൻ. അങ്ങനെ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഡി ആണ്. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. എന്തുകൊണ്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഇവിടെ ബെയ്തു എന്ന് വന്നതാണ്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത് ആർച്ചി ആണെന്ന് നമുക്കറിയാം. ആർച്ചി അല്ലെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി തവണ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരുന്നപ്പോൾ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ആർച്ചി എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്ന് PSC ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആർച്ചിയാണ്. ആർച്ചി. ഇനി മറ്റൊന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ കൊടുക്കുന്ന പോയിന്റുകളും PSCയുടെ നമ്മുടെ റാങ്ക് ഫയലിലെ പോയിന്റുകളും നമ്മൾ ചിലപ്പോൾ മിസ്മാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത 3ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനയുണ്ട്. അതിൽ ശരി ഏതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന പറയുന്നത് നമുക്ക് നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആദ്യത്തെ പ്രസ്താവന പറയുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ കേബിൾ ഇല്ലാതെ ഉയർന്ന വേഗത്തിലെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ കേബിൾ ഇല്ലാതെ ഉയർന്ന വേഗത്തിലെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈമാക്സ് എന്ന് പറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. അടുത്ത 2ാമത്തെ പ്രസ്താവന പറയുന്നു ഇന്റർനെറ്റിലൂടെ ഡാറ്റ അയക്കുന്ന വ്യക്തിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നു. അപ്പോൾ 2ാമത്തെ പ്രസ്താവന ഇന്റർനെറ്റിലൂടെ ഡാറ്റ അയക്കുന്ന വ്യക്തിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നു. പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങൾ മാർക്ക് ചെയ്യുക. 3ാമത്തെ പ്രസ്താവന പറയുന്നത് ഇന്റർനെറ്റിനെ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് വിശേഷിപ്പിച്ചത് മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അൽഗോർ ആണെന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന ഇന്റർനെറ്റിനെ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് വിശേഷിപ്പിച്ചത് മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അൽഗോർ ആണെന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന നോക്കുക. ഇന്റർനെറ്റിന്റെ ലോകത്തെ SMS എന്നറിയപ്പെടുന്നത് വാട്സപ്പ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഇന്റർനെറ്റിന്റെ ലോകത്തെ SMS എന്നറിയപ്പെടുന്നത് വാട്സപ്പ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഞാനന്ന് പഠിപ്പിച്ച എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താൽ തന്നെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു. അത് ഇവിടുത്തെ ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് 3ാമത്തേതിൽ 1, 2, 3 എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ 3 കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. 4ാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റിന്റെ ലോകത്തെ SMS എന്നറിയപ്പെടുന്നത് വാട്സപ്പ് അല്ല, ട്വിറ്റർ ആണ്. ട്വിറ്റർ. അപ്പോൾ ഇന്റർനെറ്റിന്റെ ലോകത്തെ SMS എന്നറിയപ്പെടുന്നത് ട്വിറ്റർ ആണ്. അപ്പോൾ നമുക്ക് 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നതും ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ 4 പ്രസ്താവന ഞാൻ വായിക്കാം. 1ാമത്തെ പ്രസ്താവന സോഫ്റ്റ്വെയറുകൾ നിർമ്മാതാക്കളുടെ അനുവാദമോ അംഗീകാരമോ കൂടാതെ മോഷ്ടിച്ച് മറ്റ് കമ്പ്യൂട്ടറുകളിൽ അനധികൃതമായി കോപ്പി ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പൈറസി എന്നറിയപ്പെടുന്നു. അപ്പോൾ 1ാമത്തെ പ്രസ്താവന സോഫ്റ്റ്വെയറുകൾ നിർമ്മാതാക്കളുടെ അനുവാദമോ അംഗീകാരമോ കൂടാതെ മോഷ്ടിച്ച് മറ്റ് കമ്പ്യൂട്ടറുകളിൽ അനധികൃതമായി കോപ്പി ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പൈറസി എന്നറിയപ്പെടുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ മാർക്ക് ചെയ്യുക. അടുത്ത 2ാമത്തെ പ്രസ്താവന പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നെയിമിനോട് സാദൃശ്യമുള്ളവ ഉപയോഗിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സൈബർ കുറ്റകൃത്യമാണ് സ്ക്വാട്ടിംഗ് എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം.
പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നെയിമിനോട് സാദൃശ്യമുള്ളവ ഉപയോഗിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സൈബർ കുറ്റകൃത്യമാണ് സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന, അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പോണോഗ്രഫി എന്നറിയപ്പെടുന്നു. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു, അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പോണോഗ്രഫി എന്നറിയപ്പെടുന്നു. അടുത്ത നാലാമത്തെ പ്രസ്താവന പറയുന്നു, രാജ്യത്തിന്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം എന്ന് പറയുന്നു. നാലാമത്തെ പ്രസ്താവന, രാജ്യത്തിന്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ശരിയേത് തെറ്റേതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ 4ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ്. അതായത് എല്ലാം ശരിയാണ്. ഈ മുകളിൽ ഞാൻ പറഞ്ഞ 4 പ്രസ്താവനകളും ശരിയാണ്. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസും ശരിയായിട്ടുള്ളവർക്ക് 4 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നു, അതും ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ. അപ്പം നമുക്ക് നോക്കാം. 1ാമത്തെ പ്രസ്താവന നോക്കുക. ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ നടത്തിയ പരീക്ഷണം പ്രോജക്റ്റ് ലൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ നടത്തിയ പരീക്ഷണം പ്രോജക്റ്റ് ലൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? മാർക്ക് ചെയ്യുക. 2ാമത്തെ പ്രസ്താവന പറയുന്നു, കമ്പ്യൂട്ടർ, മോഡം, ടെലിഫോൺ ലൈൻ എന്നിവ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ബന്ധം സ്ഥാപിക്കുന്ന രീതി ഡയലപ്പ് രീതി എന്നറിയപ്പെടുന്നു. കമ്പ്യൂട്ടർ, മോഡം, ടെലിഫോൺ ലൈൻ എന്നിവ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ബന്ധം സ്ഥാപിക്കുന്ന രീതി ഡയലപ്പ് രീതി എന്നറിയപ്പെടുന്നു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? 3ാമത്തേത്, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ഡ്രൈവറുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം കേണൽ എന്നറിയപ്പെടുന്നു. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ഡ്രൈവറുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം കേണൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ 3 പ്രസ്താവന വായിച്ചു. 4ാമത്തെ പ്രസ്താവന, ഒരു കമ്പ്യൂട്ടറിലെ വിവിധങ്ങളായ ആപ്ലിക്കേഷനുകളെ ശരിയായി ക്രമീകരിക്കാനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുക്കിത്തരുന്ന സംവിധാനമാണ് മെനു എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു കമ്പ്യൂട്ടറിലെ വിവിധങ്ങളായ ആപ്ലിക്കേഷനുകളെ ശരിയായി ക്രമീകരിക്കാനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുക്കിത്തരുന്ന സംവിധാനമാണ് മെനു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അല്ലെ, എലിമിനേഷൻ ടെക്നിക്ക് അറിയാൻ പാടില്ലാത്തവർ ആദ്യത്തെ 11 സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം നിങ്ങൾ ഇവിടെ ഈ ഓപ്ഷനിൽ നിന്നും കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഞാൻ പറയാം. ഇവിടെ ശരിയായിട്ട് വരുന്നത് ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളും ശരി എന്നുള്ള ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസിനും ആൻസർ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളവർക്ക് 5 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സിൻ്റെയും പരീക്ഷ ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ട് നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് 6ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നു, ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയേതെന്നാണ്. 1ാമത്തെ പ്രസ്താവന നോക്കുക. CDR അനാലിസിസ്. CDR ഇങ്ങനെ ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മലയാളീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അത് എഴുതിയേക്കണം കേട്ടോ. അതൊരു ടെക്നിക്കാണ്. ഇതെപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഈ അബ്രീവിയേഷൻസ്, ഇംഗ്ലീഷ് അബ്രീവിയേഷൻസ് മലയാളത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കണം. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ CDR അങ്ങനെ തന്നെ മലയാളം വിട്ടിട്ട് CDR അനാലിസിസ് എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് അനാലിസിസ് എന്ന് പറയുന്നു. ഇത് 1ാമത്തെ പ്രസ്താവനയാണ് പറയുന്നത്. 1ാമത്തെ പ്രസ്താവന പറയുന്നു, CDR അനാലിസിസ് എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് അനാലിസിസ് എന്ന് പറയുന്നു. ഈ പ്രസ്താവന കേട്ടിട്ട് ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് പേപ്പറിൽ എഴുതി വയ്ക്കുക. 2ാമത്തെ പ്രസ്താവന IMEI നമ്പർ. കണ്ട, അത് ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് അപ്പം തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആക്കുക. IMEI ഈ നമ്പർ നമ്മൾ കേട്ടിട്ടുണ്ട്. IMEI നമ്പർ അല്ലെ, മൊബൈൽ ഫോണുമായിട്ട് കേട്ടിട്ടുണ്ട്. IMEI നമ്പർ എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി നമ്പർ എന്ന് പറയുന്നു. അല്ലെ, IMEI നമ്പർ എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി നമ്പർ എന്ന് പറയുന്നു. ഈ 2ാമത്തെ പ്രസ്താവന ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. 3ാമത്തെ പ്രസ്താവന പറയുന്നത് ഇവിടെയും ഇംഗ്ലീഷാണ്. അപ്പം നമ്മളത് മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. IMSI
IMSI നമ്പർ എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി നമ്പർ എന്ന് പറയുന്നു. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു IMSI നമ്പർ എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി നമ്പർ എന്ന് പറയുന്നു. അടുത്ത നാലാമത്തെ പ്രസ്താവന നോക്കുക. സിം കാർഡ് അല്ലെ, നമ്മൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന സിം കാർഡിന്റെ പൂർണ്ണരൂപമാണ് സബ്സ്ക്രൈബർ ഇൻഫർമേഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നു. അപ്പോൾ സിം കാർഡിന്റെ പൂർണ്ണരൂപമാണ് സബ്സ്ക്രൈബർ ഇൻഫർമേഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവന ഞാനിപ്പോൾ വായിച്ചു. ഇതിൽ ഏത് തെറ്റ് ഏത് ശരി എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻസിൽ നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതിൽ ആൻസറായിട്ട് വരുന്നത്, ഞാൻ എൻ്റെ ആൻസർ പറയാം. ഇതിൽ ഉത്തരമായിട്ട് വരുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ 3 പ്രസ്താവനകളും ശരിയാണ്. ആദ്യത്തെ 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് ഇതിൽ വരുന്നത്. എന്തുകൊണ്ടാണ് 4ാമത്തെ പ്രസ്താവന തെറ്റിപ്പോയത്? സിം കാർഡിന്റെ പൂർണ്ണരൂപമാണ് ചോദിച്ചിരിക്കുന്നത്. സബ്സ്ക്രൈബർ ഇൻഫർമേഷൻ മൊഡ്യൂൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ പകരം സബ്സ്ക്രൈബർ ഐഡന്റിറ്റി, ഇൻഫർമേഷന് പകരം ഐഡന്റിറ്റി എന്നായിരുന്നുവെങ്കിൽ ശരിയായനെ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ ആണ് സിം കാർഡിന്റെ പൂർണ്ണരൂപം. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനും ശരിയാക്കിയിട്ടുള്ളവർക്ക് 6 മാർക്ക് ലഭിക്കുന്നു. അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം പറയുന്നതും ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ പ്രസ്താവന വായിക്കാം. അതിൽ 1ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. ആദ്യമായി മൗസ് പ്രചാരണത്തിൽ കൊണ്ടുവന്നത് ആപ്പിൾ കോർപ്പറേഷൻ ആണെന്ന് പറയുന്നു. ആദ്യമായി മൗസ് പ്രചാരണത്തിൽ കൊണ്ടുവന്നത് ആപ്പിൾ കോർപ്പറേഷൻ ആണെന്ന് പറയുന്നു 1ാമത്തെ പ്രസ്താവന. 2ാമത്തെ പ്രസ്താവന പ്രകാശരശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൗസുകളാണ് ഒപ്റ്റിക്കൽ മൗസുകൾ എന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന പ്രകാശരശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൗസുകളാണ് ഒപ്റ്റിക്കൽ മൗസുകൾ എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന സെലക്ട്, ഡ്രാഗ്, ഡബിൾ ക്ലിക്ക് എന്നീ ഫംഗ്ഷനുകളുള്ള മൗസിന്റെ ഭാഗം വലതുഭാഗമാണെന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന സെലക്ട്, ഡ്രാഗ്, ഡബിൾ ക്ലിക്ക് എന്നീ ഫംഗ്ഷനുകളുള്ള മൗസിന്റെ ഭാഗം വലതുഭാഗമാണെന്ന് പറയുന്നു. അടുത്ത 4ാമത്തെ പ്രസ്താവന നോക്കുക. പേജ് ചലിപ്പിക്കുക, ചിത്രങ്ങളും മറ്റും സൂം ചെയ്യുക എന്നിവയ്ക്ക് സഹായിക്കുന്ന മൗസിന്റെ ഭാഗമാണ് സ്ക്രോൾ വീൽ എന്ന് പറയുന്നു. അപ്പോൾ 4ാമത്തെ പ്രസ്താവന പറയുന്നു പേജ് ചലിപ്പിക്കുക, ചിത്രങ്ങളും മറ്റും സൂം ചെയ്യുക എന്നിവയ്ക്ക് സഹായിക്കുന്ന മൗസിന്റെ ഭാഗമാണ് സ്ക്രോൾ വീൽ എന്ന് പറയുന്നു. ഇത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള ബേസിക് ഐഡിയയാണ്. കമ്പ്യൂട്ടർ ഒരു തവണയെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1 to 4 ആണ്. 3 തെറ്റിപ്പോയി. 1 to 4 ആണ് അല്ലെ ശരിയായ പ്രസ്താവന. 1 to 4 ആണ്. ഈ 3 എന്തുകൊണ്ട്, അല്ലെങ്കിൽ 3 ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റിപ്പോയി? 3 ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്കറിയാം സെലക്ട് ചെയ്യാനും ഡബിൾ ക്ലിക്ക് ചെയ്യാനും ഡ്രാഗ് ചെയ്യാനും ഒക്കെ നമ്മൾ ഇടതുഭാഗമാണ്, മൗസിന്റെ ഇടതുഭാഗം. ഇവിടെ വലതുഭാഗം പറഞ്ഞതുകൊണ്ടാണ് തെറ്റിപ്പോയത്. മൗസിന്റെ ഇടതുവശത്തെ അല്ലേ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്, ഇടതുഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട്, ഡ്രാഗ്, ഡബിൾ ക്ലിക്ക് എന്നീ ഫംഗ്ഷനുകളുള്ള മൗസിന്റെ ഭാഗം എന്ന് ചോദിച്ചാൽ ഇടതുഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അതാണ് നമ്മുടെ ബേസിക് ഐഡിയ. നമ്മൾ കമ്പ്യൂട്ടർ ഒരു തവണയെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ശരിയായ പ്രസ്താവന ഏതെന്നാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ 1ാമത്തെ പ്രസ്താവന നോക്കുക. വീഡിയോ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റാൽഫ് ബെയർ എന്ന് പറയുന്നു. അപ്പോൾ 1ാമത്തെ പ്രസ്താവന എന്താണ്? വീഡിയോ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റാൽഫ് ബെയർ എന്നറിയപ്പെടുന്നത്. അടുത്തത് 2ാമത്തെ പ്രസ്താവന പറയുന്നു ആദ്യമായി റോബോട്ട് എന്ന പദം ഉപയോഗിച്ചത് കാൾ ചെപ്പക് ആണെന്ന് പറയുന്നു. ആദ്യമായി റോബോട്ട് എന്ന പദം ഉപയോഗിച്ചത് കാൾ ചെപ്പക് ആണെന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന ബൈനറി സംഖ്യാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാണ് ലെബ്നിസ് എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. ബൈനറി സംഖ്യാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാണ് ലെബ്നിസ് എന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന ജാവ കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ സൃഷ്ടാവാണ് ജെയിംസ് ഗോസ്ലിംഗ് എന്ന് പറയുന്നു. ജാവ കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ സൃഷ്ടാവാണ്, അതായത് ജാവ എന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ സൃഷ്ടാവാണ് ജെയിംസ് ഗോസ്ലിംഗ് എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 2 3 4 എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതാണ് 8ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ 8 എണ്ണവും ശരിയായിട്ടുള്ളവർക്ക് 8 മാർക്ക് കിട്ടുകയാണ്. അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ചോദിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തെറ്റായത് വരച്ചിട്ടു അല്ലെ, തെറ്റായ പ്രസ്താവന. ഇനി 4 പ്രസ്താവനകൾ പറയാം, അതിൽ തെറ്റ് കണ്ടുപിടിക്കുക. 9ാമത്തെ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്നതിൽ പറയുന്നു സെലക്ട്, ഡ്രാഗ്, ഡബിൾ ക്ലിക്ക് എന്നീ ഫംഗ്ഷനുകളുള്ള മൗസിന്റെ ഭാഗം ഇടതുഭാഗമാണെന്ന് പറയുന്നു അല്ലെ. സെലക്ട്, ഡ്രാഗ്, ഡബിൾ ക്ലിക്ക് എന്നീ ഫംഗ്ഷനുകളുള്ള മൗസിന്റെ ഭാഗം ഇടതുഭാഗമാണെന്ന് പറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ബി പറയുന്നു പേജ് ചലിപ്പിക്കുക, ചിത്രങ്ങളും മറ്റും സൂം ചെയ്യുക എന്നിവയ്ക്ക് സഹായിക്കുന്ന മൗസിന്റെ ഭാഗമാണ് സ്ക്രോൾ വീൽ എന്ന് പറയുന്നു. പേജ് ചലിപ്പിക്കുക, ചിത്രങ്ങളും മറ്റും സൂം ചെയ്യുക എന്നിവയ്ക്ക് സഹായിക്കുന്ന മൗസിന്റെ ഭാഗമാണ് സ്ക്രോൾ വീൽ എന്ന് പറയുന്നു. ഈ പ്രസ്താവനയും ശരിയാണോ തെറ്റാണോ എന്ന് മാർക്ക് ചെയ്യുക.
അടുത്ത സി പ്രസ്താവന പറയുന്നു പ്രകാശരശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൗസുകളാണ് ഒപ്റ്റിക്കൽ മൗസുകൾ എന്ന് പറയുന്നു. പ്രകാശരശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൗസുകളാണ് ഒപ്റ്റിക്കൽ മൗസുകൾ എന്ന് പറയുന്നു. ഡി ഓപ്ഷൻ പറയുന്നു ആദ്യമായി മൗസ് പ്രചാരത്തിൽ കൊണ്ടുവന്ന കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നു. ആദ്യമായി മൗസ് പ്രചാരത്തിൽ കൊണ്ടുവന്ന കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഡി തന്നെയാണ്. ബാക്കി 3 പ്രസ്താവനകളും ആദ്യത്തെ ABC ശരിയാണ്. എന്തുകൊണ്ടാണ് തെറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ ആദ്യമായി മൗസ് പ്രചാരത്തിൽ കൊണ്ടുവന്ന കമ്പനി മൈക്രോസോഫ്റ്റ് അല്ല, ആപ്പിൾ കോർപ്പറേഷനാണ്. ഈ മൈക്രോസോഫ്റ്റ് ആണ് തെറ്റിപ്പോയത്. മൗസ് പ്രചാരത്തിൽ കൊണ്ടുവന്നത് ആപ്പിൾ കോർപ്പറേഷനാണ്. ആപ്പിൾ കോർപ്പറേഷൻ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നമ്മൾ മുകളിൽ ക്വസ്റ്റ്യൻസിൽ വർക്കൗട്ട് ചെയ്തപ്പോൾ അതിൽ ഓരോ പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ മിക്കവർക്കും കിട്ടും. അടുത്ത 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യം പറയുന്നു ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്, വായിക്കാം. കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ശേഖരിക്കപ്പെടുന്ന സ്ഥലം മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ അറിയപ്പെടുന്ന പേരാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ശേഖരിക്കപ്പെടുന്ന സ്ഥലം മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ അറിയപ്പെടുന്ന പേരാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത്. 2ാമത്തെ പ്രസ്താവന കമ്പ്യൂട്ടർ പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റം യൂണിറ്റിനകത്ത് നടക്കുന്ന ആദ്യ പ്രക്രിയയാണ് പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റം യൂണിറ്റിനകത്ത് നടക്കുന്ന ആദ്യ പ്രക്രിയയാണ് പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും കഴിയുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന പറയുന്നു ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും കഴിയുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രചരിപ്പിക്കുന്നതിനുള്ള സംഘടനയാണ് ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രചരിപ്പിക്കുന്നതിനുള്ള സംഘടനയാണ് ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ വായിച്ചിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ 10 ചോദ്യത്തിന് ശരി ഉത്തരം മേടിച്ചിട്ടുള്ളവർക്ക് 10 മാർക്ക് കിട്ടുകയാണ്. അടുത്ത 11ാമത്തെ ചോദ്യമാണ്, നമുക്ക് നോക്കാം. ഇവിടെയും ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പ്രസ്താവന ഇവിടെയാണ്, അടുത്ത പ്രസ്താവന അടുത്ത പേജിലാണ്. അപ്പോൾ നമുക്ക് ഈ പ്രസ്താവന നമുക്ക് നോക്കാം. അപ്പോൾ 1ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി അറിയപ്പെടുന്നത് ആൻഡ്രോയിഡ് ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി അറിയപ്പെടുന്നത് ആൻഡ്രോയിഡ് ആണ്. ഇതാണ് 1ാമത്തെ പ്രസ്താവന പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. അടുത്ത 2ാമത്തെ പ്രസ്താവന പറയുന്നു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് 2008 പറയുന്നു. ആൻഡ്രോയിഡ് ഓപ്പറേഷൻ സിസ്റ്റം പുറത്തിറക്കിയ വർഷം എന്ന് പറയുന്നത് 2008 പറയുന്നു. അടുത്ത പ്രസ്താവന നോക്കുക. ഡോക്ടർ വിജയ് പി ഭട്കർ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന പറയുന്നു ഡോക്ടർ വിജയ് പി ഭട്കർ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതെന്ന് പറയുന്നു. അടുത്ത 4ാമത്തെ പ്രസ്താവന പറയുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 10,000 എന്ന് പറയുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 10,000 എന്ന് പറയുന്നു. അപ്പം ഞാൻ ഈ 4 പ്രസ്താവനകൾ വായിച്ചു. നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആദ്യത്തെ 3 പ്രസ്താവനകളും ശരിയാണ്. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റിപ്പോയത് അല്ലെ. ഇവിടെ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, 1, 2, 3. എന്തുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 10,000 എന്നാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പരം 8,000 ആണ് ഈ പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പരം 8,000, 10,000 അല്ല, പരം 8,000. ഇവിടെ പരം 8,000 ആയിരുന്നുവെങ്കിൽ ഈ പ്രസ്താവന ശരിയാകുമായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 11 ക്വസ്റ്റ്യൻസ് പഠിച്ചു. 11 ക്വസ്റ്റ്യൻസിൽ 11 മാർക്കും നേടിയിട്ടുള്ളവരും അല്ലാതെ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ്റെ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ അത് കമൻറ്റ് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ഒത്തിരി അധികം ആൾക്കാർ 3000-ലധികം ആൾക്കാർ കണ്ടിട്ട് ലൈക്ക് വളരെ കുറവാണ് വീഡിയോയ്ക്ക്. ഈ ചാനൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഇല്ലാതെ പറ്റില്ല. ലൈക്കും ഷെയറും ചെയ്താൽ നമ്മുടെ ചാനൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ചാനലിലെ റേറ്റിംഗിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ലാസ്റ്റ് സംഭവമാണ് ടോക്കിയോ ഒളിമ്പിക്സ് മെഡൽ പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൻ്റെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ, കഴിഞ്ഞിടക്ക് നടന്ന ഡ്രൈവറുടെ പരീക്ഷയിൽ ഏഷ്യൻ ഗെയിംസിൻ്റെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മെഡൽ നില ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയും, എനിക്ക് തോന്നുന്നതാണ് ഈ ഒരു പുസ്തകം ഒരു സൂചനയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണ് ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ വരിക എന്നൊരു സൂചന അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലാണ് നിങ്ങളോട് പറയുന്നത് നോക്കാൻ. അപ്പോൾ ഇവിടെ നോക്കുക, ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡൽ പട്ടിക നോക്കി വയ്ക്കുകയാണ്. മെഡൽ പട്ടിക ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതൊരു സൂചനയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സൂചന കിട്ടുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠനവും അതേപോലെ നമ്മൾ മാറ്റണം അല്ലേ. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതായത് US ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മെഡൽ പട്ടികയിൽ US 113 മെഡലുകളാണ് നേടി മുന്നിൽ നിൽക്കുന്നത് അല്ലേ. 113 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടോക്കിയോ ഒളിമ്പിക്സിലാണ്, ടോക്കിയോ ഒളിമ്പിക്സിൽ. അതിൻ്റെ തൊട്ട് താഴെ ചൈന 88 മെഡലുകളുമായിട്ട് തൊട്ട് താഴെയുണ്ട് അല്ലേ, ചൈന. പിന്നീട് 3-ാം സ്ഥാനത്ത് 58 മെഡലുകളുമായിട്ട് ജപ്പാനുണ്ട്. ഗ്രേറ്റ് ബ്രിട്ടൻ 64 മെഡലുകളുമായിട്ട് 4-ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെഡൽ നില. US 113, ചൈന 88, ജപ്പാൻ 58 അല്ലേ, ഗ്രേറ്റ് ബ്രിട്ടൻ 64. അപ്പോൾ ഇതെന്തെങ്കിലും കോഡിട്ട് ഓർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓർക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ പോലെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഈ ഓർഡർ അറിഞ്ഞിരിക്കുക, USA, ചൈന, ജപ്പാൻ, ഗ്രേറ്റ് ബ്രിട്ടൻ. ഈ ഓർഡർ അറിയാമെങ്കിൽ ഇതിൻ്റെ കൂടെ 113, 88, 58, 64, 88, 58, 64 ഇങ്ങനെ ടോക്കിയോ ഒളിമ്പിക്സ് 113, 88, 58, 64 ഓർക്കാൻ പറ്റുന്ന നമ്പറാണ്. പക്ഷേ ഈ ഒരു ഓർഡർ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതാ, യുണൈറ്റഡ് കഴിഞ്ഞിട്ട് ഈ 88 ചൈനയുടെയാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം അല്ലേ. UCJB അല്ലേ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊരു കോഡ് ഇട്ട് അത് ഓർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്